തെളിവെടുപ്പിന് എവിടെയാണ് അവരെ എത്തിച്ചിരിക്കുന്നത്? മനീഷ്, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ കൂടുതൽ പറയൂ. സ്മിത, ഈ കിരണിന്റെ വീടിന് അടുത്ത് തന്നെ ഉള്ള ഒരു പാടത്തിന് അവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിലവിൽ പുന്നപ്ര SHO ഉണ്ട്, സ്റ്റെപ്റ്റോ ജോൺ അടക്കമുള്ള പോലീസ് സംഘവുമാണ്, ഇവിടെ ഫോറൻസിക് സംഘമുണ്ട്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസമാണ്, ശനിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഇവിടെ ഈ 54-കാരനെ ദിനേശനെ ഇവിടെ മരിച്ച നിലയിൽ പാടശേഖരത്തിന് സമീപത്ത്, ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്, പക്ഷേ ജനവാസ മേഖലയാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാലൊക്കെ തന്നെ നാട്ടുകാർ ആരെങ്കിലും ഒക്കെ തന്നെ കാണും. പക്ഷേ ഇവരെല്ലാവരും അയൽവാസികളും ഒക്കെ തന്നെയാണ്. ഈ മരിച്ചുപോയ ദിനേശന്റെ വീടും 2 വീടുകൾക്കപ്പുറത്താണ്. അതിനും അടുത്ത് തന്നെയാണ് കിരണിന്റെ വീടും. അങ്ങനെ എപ്പോഴാണ് ഇത് ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത്, ഈ കൊലപാതകം നടത്തിയത് എപ്പോഴാണ് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിൽ ഈ 3 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഒന്ന് കിരണിന്റെ അച്ഛൻ, അമ്മ. ഈ 3 പേരിൽ കിരണിനെ മാത്രമാണ് നിലവിൽ ഇവിടെ ഈ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. മറ്റ് 2 പേര് പുന്നപ്ര സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ഈ കൊലപാതകം നടത്തിയ വിവരം, കൊണ്ടുപോയി ഉപേക്ഷിച്ച വിവരം മറ്റാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് സംഘം അന്വേഷിച്ചറിയുന്നത്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ വലിയ നടുക്കത്തിലാണ്. ഇത് ഇങ്ങനൊരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞതിൻ്റെ വലിയ നടുക്കം നാട്ടിലുണ്ട്. അങ്ങനെ എന്താണ് സംഭവിച്ച അടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല. കാരണം ഇപ്പോഴാണ് മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നപ്പോഴാണ് പലരും അറിയുന്നത് ഇങ്ങനെ ഇത് മരിച്ചു കിടന്നത് കൊലപാതകമാണെന്നോ അടക്കമുള്ള കാര്യങ്ങൾ. ചേച്ചി, ഇത് എപ്പോഴാണ് ഈ ദിനേശനെ ഇവിടെ മരിച്ചതിനെ കണ്ടെത്തിയത്? വൈകുന്നേരം 6 മണിക്ക്. എന്നാ പിന്നെ ശനിയാഴ്ച വൈകുന്നേരം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായോ കൊലപാതകം, അങ്ങനെ സംശയം തോന്നിയായിരുന്നോ? ഞാനവിടെ പോയില്ല. കിരൺ എന്ന് പറയുന്ന ആൾ ഇലക്ട്രീഷ്യനാണോ? എടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുക്കടി. കിരൺ എന്ന് പറയുന്ന ആൾ ഇലക്ട്രീഷ്യനാണോ? അയ്യോ, എനിക്കറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല, ഇവിടെ കണ്ടു പരിചയമുണ്ട്. ദിനേശൻ എന്ന് പറഞ്ഞ മരിച്ച ആളെ അറിയാം? അറിയാം. മരിച്ചിടുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡി കമിഴ്ന്ന് കിടക്കുമായിരുന്നു. പിന്നെ പോലീസുകാർ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പിന്നെ തിരിച്ചു കിടത്തി നോക്ക്, ആ ബോഡി തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ച് പിന്നെ മെമ്പറും എല്ലാവരും കൂടെ വന്ന് തിരിച്ചു കിടത്തിയപ്പോൾ ബോഡി. ഇങ്ങനെ ഒരു കൊല നടത്തിയിട്ട് ഇങ്ങനെ കൊണ്ട് കിട്ടാല്ലേ ആരെങ്കിലും ഒക്കെ കാണുന്ന സ്ഥലമല്ല, കാരണം വീടുകളൊക്കെ ഉള്ള മേഖലയാണല്ലോ. അത് പാടത്തിന്റെ സൈഡിലാണ് കൊണ്ടിട്ടിരുന്നത്. അപ്പം ആരും കാണത്തില്ല. പിള്ളേര് ചൂണ്ടയിടാൻ പോയ പിള്ളേരാണ് കണ്ടത്. പക്ഷെ രാവിലെ പിള്ളേർ പോയപ്പോൾ കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നു. എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ വൈകിട്ട് അറിഞ്ഞത് 4 മണിയൊക്കെ ആയിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ബോഡി കിടക്കുന്നത്. അപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി ചൂണ്ടയിടാൻ വന്ന ഏതാനും കുറച്ച് ആളുകളാണ്, കുട്ടികളാണ് ഈ വിവരം, ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നത് പാടശേഖരത്തിന് കിടക്കുന്നത് കാണുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ മറ്റ് ആൾപ്പാർപ്പില്ലാത്ത ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളല്ലാത്ത സ്ഥലത്തുകൂടി ഈ പാടത്തിന്റെ അവിടെ കൊണ്ടുപോയി മൃതദേഹം ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. എന്തായാലും ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മൃതദേഹം കണ്ടെത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു കൊലപാതകമാകും എന്ന് ആരും ധരിച്ചിരുന്നില്ല. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കുഴഞ്ഞു വീണ് മരിച്ചതോ ഒക്കെ തന്നെ ആയിരിക്കാം. പിന്നീട് ഷോക്കേറ്റ് മരണമാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടായില്ല. പക്ഷേ പിന്നീട് പോലീസാണ് ഇവിടെ എങ്ങനെ അതായത് ഈ വൈദ്യുതി ആഘാതമേറ്റ് മരിക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇവിടെ ഇല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ഒരാൾ ഇവിടെ കിടന്നു മരിക്കുന്നു എന്നുള്ള സംശയമാണ്. അങ്ങനെ പുന്നപ്ര സ്റ്റേഷൻ SHO സ്റ്റെപ്റ്റോ ജോണിന്റെ അന്വേഷണമാണ് ഒരാൾ ഷോക്കേറ്റ് മരിച്ചു എന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മരണം ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. നിലവിൽ ഇവിടെ ഈ കൊല നടത്തിയ പ്രധാനപ്പെട്ട പ്രതി കിരൺ, 28 വയസ്സുള്ള ഇലക്ട്രീഷ്യനായിട്ടുള്ള പ്രതി കിരൺ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മൃതദേഹം കമിഴ്ന്നു കിടക്കുകയായിരുന്നു എന്നാണ് കിരൺ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മാതാവിന്റെ പുരുഷ സുഹൃത്തിനെ മനഃപൂർവ്വമായി കൊലപ്പെടുത്തണമെന്നുള്ള ചിന്തയോടുകൂടി തന്നെ പിതാവുമായി ആസൂത്രണം നടത്തി വീടിന്റെ മുൻപിൽ ഒരു കെണി ഒരുക്കി, വൈദ്യുതാഘാതം ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണി ഒരുക്കിക്കൊണ്ടുള്ള, കേരളത്തിൽ ഇതിനു മുൻപൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു ഈ ഇലക്ട്രീഷ്യനായ കിരൺ ആസൂത്രണം ചെയ്ത് അത് വിജയിക്കുകയും ചെയ്തു. എന്താണെങ്കിലും പക്ഷെ അവിടെ പാളിപ്പോയത് ഒരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ പാടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചപ്പോൾ പോലീസ് സംഘം അതിൽ നടത്തിയ അന്വേഷണത്തിന്റെ മികവാണ് ഇങ്ങനെയുള്ളൊരു മരണം അത് കൊലപാതകമെന്ന് തെളിഞ്ഞത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അധികം താമസം വൈകിട്ടില്ല, കാരണം ശനിയാഴ്ച 6 മണിക്കാണ് കണ്ടെത്തിയത്. പക്ഷേ എപ്പോഴാണ് മൃതദേഹം ഇവിടെ ഇട്ടെന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും വേനൽ കാലമായതുകൊണ്ട് തന്നെ മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തന്നെ തെളിവുകൾ അധികവും നശിക്കപ്പെട്ട് കാണില്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. എങ്കിൽ
കൂടി 2 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട പോലീസിന് ഈ പ്രതിയെ ആണെന്ന് മനസ്സിലായെങ്കിൽ കൂടി അത് കോടതിയിൽ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശദമായ തെളിവടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഈ പാടത്ത് പലതരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് അന്വേഷിക്കണം. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിൽ 3 പേർക്കും പങ്കുണ്ടോ? പിതാവ് മായി ചേർന്ന് കിരൺ നടത്തിയ ആസൂത്രണമാണെങ്കിൽ മാതാവിന് കൂടി ഇതിൽ പങ്കുണ്ടോ? മാതാവിനെ നേരത്തെ ഈ രീതിയിൽ കെണിയിൽപ്പെടുത്തുമെന്നുള്ള വിവരം അറിയുമായിരുന്നു എന്ന് കൂടി പോലീസ് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ പോലീസ് പുറത്തുവിടുന്നില്ല. ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും പുറത്തുവിടാൻ സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങൾക്ക് ഉറപ്പ് വന്ന ശേഷം മാത്രമേ മാതാവിന്റെ അടക്കമുള്ള പേര് വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിൽ പുന്നപ്ര പോലീസാണ് നിലവിൽ ആലപ്പുഴ പുന്നപ്ര വാടക്കിലെത്തി ഈ പ്രതി കിരണുമായി തെളിവെടുപ്പ് നടത്തുന്നത്. നാടിനെ സംബന്ധിച്ച് നടുക്കുന്ന വാർത്ത തന്നെയായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് തങ്ങളുടെ ഒരു അയൽക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു നാടിപ്പോൾ ഇതെങ്ങനെ കൊലപാതകമായി, ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഈ നാട്ടുകാർക്കുമുണ്ട്. എന്താണെങ്കിൽ ഇവിടെ തെളിവെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. സ്മിത. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഈ മൃതദേഹം കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാത്രിയിലാകാം ഒരു പക്ഷേ കൊലപാതകം നടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പം തെളിവെടുപ്പ് ഇപ്പോഴും തുടരുന്നു. നാട്ടുകാരുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇത് അസ്വാഭാവിക മരണമാണ് എന്ന് പറയുമ്പോഴും അതിങ്ങനെ ഒരു കൊലപാതകത്തിൽ ആകും എന്ന് നാട്ടുകാർ ആരും തന്നെ കരുതിയിരുന്നില്ല. ഷോക്കേറ്റുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നു. അപ്പോഴും നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് പോലീസിന് ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ വൈദ്യുതാഘാതം ഏറ്റു മരിക്കും, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ള വിവരത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു. നാട്ടുകാരും അവിടെ ഒരുപാട് പേർ കൂടിയിട്ടുണ്ട്. പാടത്താണ് മൃതദേഹം ഉപേക്ഷിച്ചിരുന്നത്. അവിടെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന്. മനീഷ്, ഈ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രീഷ്യനാണ് പ്രതി, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഒറ്റയ്ക്ക് അച്ഛനും അമ്മയും ഉള്ള വീടാണ്. അവിടെ വരുന്ന ഒരാൾ അയാളെ കൊലപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അച്ഛനും അമ്മയും അറിയാതെ ഇത് നടത്താൻ കഴിയില്ല. അച്ഛനുമായി മുൻപ് ആസൂത്രണം ചെയ്തിരുന്നോ അതോ അതിനുശേഷം ഈ വിവരം അച്ഛൻ അറിഞ്ഞതാണോ? മാതാവിൻ്റെ കാര്യം, മാതാവിൻ്റെ സുഹൃത്തായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാതാവിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? അത് എപ്പോഴാണ് മാതാവ് ഇക്കാര്യം അറിഞ്ഞത്? ഇത് മറച്ചുവെക്കാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തെളിവെടുപ്പിന് ശേഷം ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സ്മിത, നിലവിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് 6 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്നതും അതേ ദിവസം പകൽ നേരമാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ആ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഈ നാട്ടുകാർക്ക് പലതും സംശയം ഉണ്ടായിരുന്നു എന്ന് ചിലർ ഒക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനു വന്നു? ഈ പാടത്ത് ആരും വരാത്ത, കൃഷിയൊന്നും ഇല്ലാത്തൊരു പാടമാണ്, നഗരത്തിലൊരു സ്ഥലമാണ്. അത് ഒഴിഞ്ഞ പാടമെന്ന് പറയാൻ കഴിയില്ല, ഒഴിഞ്ഞൊരു വർഷങ്ങൾക്ക് മുമ്പ് കൃഷി നടത്തിയൊരു സ്ഥലമാണ്. അങ്ങനെ അത് ഒഴിഞ്ഞൊരു മേഖലയാണ്. അങ്ങനെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇടയ്ക്കൊക്കെ മദ്യപിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാറുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ കിടന്ന സമയത്ത് എങ്ങനെ ഈ മരണം ഉണ്ടായി നടക്കുമുള്ള കാര്യങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് പ്രതികരണം ചോദിക്കും. അപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോഴേ സ്വാഭാവികമായി നിങ്ങൾ എന്താ സംശയിക്കുന്നത്? പെട്ടെന്നല്ല, ഇനിയിപ്പം ആൾ ചിലപ്പോൾ വല്ല കുഴഞ്ഞു വീണിട്ടുള്ളതായിരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷെ അത് പിന്നീട് പോലീസിൻ്റെ വരവോടുകൂടിയാണ്. അപ്പോൾ സാധാരണ പോലീസ് ആദ്യം പറഞ്ഞത് ബോഡി എടുത്ത് ആശുപത്രിയിലേക്ക് പോകാനാണ്. പക്ഷേ പഞ്ചായത്ത് മെമ്പർമാർ 2 പേര് വിളിച്ചു, വൈസ് പ്രസിഡന്റ് ഒക്കെ വിളിച്ചു പറഞ്ഞ് അവർ വരണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് വന്നു, അന്വേഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംശയം പ്രകടിപ്പിച്ചു. ആ സംശയം എന്തായാലും അവരുടെ അന്വേഷണം ദ്രുതഗതി നടന്നു. പെട്ടെന്ന് എന്തായാലും കൊലയാളിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ദിനേശിനെ അറിയാം. നമുക്ക് എന്തെങ്കിലും നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ? അങ്ങനെ പ്രശ്നമില്ല. ആളങ്ങനെ പയ്യനാണെങ്കിലും നാട്ടിലെ ചെറുപ്പക്കാരായിട്ട് യാതൊരു കണക്ഷനൊന്നുമില്ല. ഇന്നലെ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, അങ്ങനെ ഒരു കേട്ടിട്ടില്ല. പക്ഷെ ഇവർ തമ്മിൽ പല പ്രാവശ്യം ഇതിനു മുമ്പും തല്ലിയിട്ടുണ്ട് എന്നുള്ള ഈ ഇയാളെ ഇതിനു മുമ്പ് ഇവർ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്. ദിനേശനും കിരണും തമ്മിൽ നേരത്തെ അടി? ദിനേശനെ ഈ പയ്യൻ ഇതിനു മുമ്പും തല്ലിയിട്ടുണ്ട്. അങ്ങനൊരു ആൾക്കാർക്ക് അറിയാവോ? എൻ്റെ വ്യക്തത ഇത് ഈ വിഷയം ഒക്കെ ആയിരിക്കാം. എന്തോ കാര്യത്തിൽ തല്ലിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചാളിന് മുമ്പ് ഇങ്ങനെ തല്ലിയിട്ടുണ്ട് എന്നുള്ളത്. കൃത്യം ഡേറ്റ് ഒന്നും നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. ഇലക്ട്രീഷ്യൻ ആണെന്നാണ് പറയുന്നത്. എനിക്ക് കൂടുതലൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. ആളാണോ? പഠിച്ചാണ്.
ഇലക്ട്രീഷ്യൻ അല്ലേ? ഇലക്ട്രീഷ്യൻ ഒന്നും അല്ല, ടൈല് പണിക്ക് പോയിരുന്നു. ഞങ്ങളുടെ സംസാരമൊന്നും ഇല്ല, അങ്ങനെ ആരോടും അങ്ങനെ ഇല്ല. അവനിവിടെ ആരോട്ടും കൂട്ടൊന്നുമില്ല അങ്ങനെ ഇപ്പൊ. അങ്ങനെയാണ്. ഇപ്പം ഇലക്ട്രീഷ്യൻ ആണെന്ന് ചില ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ടൈല് പണിക്ക് പോവുകയാണെന്ന് മറ്റു ചില ആളുകളും പറയുന്നുണ്ട്. പക്ഷേ ഇതിന് മുൻപ് ദിനേശനെ കിരൺ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് ആ മാതാവിന്റെ സുഹൃത്താണ് ദിനേശൻ എന്ന രീതിയിലുള്ള പല തർക്കങ്ങളും സ്വാഭാവികമായും കുടുംബത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെയും നാട്ടുകാരടക്കം പറയുന്നുണ്ട്. സ്മിത, ശരി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കട്ടെ. പക്ഷെ അതിൽ തന്നെ നാട്ടുകാർക്ക് ഈ കാര്യത്തിൽ വലിയ ധാരണയില്ല, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര പോലും ഒരു പക്ഷേ നാട്ടുകാരുമായി ബന്ധമില്ലാത്തതായിരിക്കാം. അതിലൊരാൾ പറയുകയും ചെയ്തു, നമ്മളായിട്ടൊന്നും അത് അവിടുത്തെ ചെറുപ്പക്കാരായിട്ടൊന്നും അധികം അടുപ്പം ഇല്ലാത്ത ഒരാളാണ് ഈ പ്രതിയായിട്ടുള്ള കിരൺ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രതിയും ഈ കൊല്ലപ്പെട്ട ആളും തമ്മിൽ മുമ്പും അടിയുണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ദുരൂഹതയുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്, തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്.